Good afternoon, sir. Yes, Good afternoon, sir. good Good afternoon. afternoon, sir. Good afternoon, sir. Nasana, good afternoon. Good afternoon, sir. Okay, Anchana, good afternoon. Good afternoon, sir. Okay, Neelu, good afternoon. Good afternoon, sir. Okay, Abhi, Good afternoon, sir. Abhida, good afternoon. Good afternoon, sir. Yes, Shishira, good afternoon. Yes. Wait here, I'm going on the bit. Yes, now go by a study. Nara to prayer. Yes, when the prayer and all is the idea. കേൾക്കുന്നില്ലേ ഞാൻ പറയണത്? Yes or no? Okay. So reaction ഇല്ലേ അതുകൊണ്ട് ചോദിച്ചത്. Yes, okay, very good. പ്രയറിന്റെ ആളില്ല അപ്പൊ സൈനിങ് കൂടെ ഉണ്ടാ? യെസ്, അപ്പൊ അതിന്റെ ആൾ വന്നിട്ടില്ല, വരട്ടെ. യെസ്, നമ്മുടെ നമുക്ക് ലെസണിന്റെ കുറച്ച് ബാലൻസ് ഉള്ള കാര്യങ്ങൾ പറയാം. വേണമെങ്കിൽ ആദ്യത്തെ 1-2 മിനിറ്റ് നമ്മൾ അന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ കുറച്ച് പേര് എൻ്റെ അതിൽ ബാലൻസ് ഉണ്ടായിരുന്നു. ഇനി പറയാനുള്ളതിൽ ആരെങ്കിലും ഒപ്പിടാത്തുണ്ടോ? 1-2 പേർക്ക് നമുക്ക് ചാൻസ് കൊടുക്കാം. യെസ്, അന്ന് നമ്മൾ പറഞ്ഞത് നീനു പറഞ്ഞിട്ടുണ്ടായില്ല അല്ലെ? യെസ്, അപ്പൊ നീനുവിനെ ഒന്ന് പരിചയപ്പെടുത്തുക. എന്താണ് പേര്? പിന്നെ പറയാം എന്താ നീനു അറിയാം. എവിടെ നിന്നാണ് വരുന്നത്, എവിടം വരെ പഠിച്ചു, എന്താണ് ഹോബീസ്, എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നീനുവിനൊന്ന് പരിചയപ്പെടുത്തും. യെസ്, പറഞ്ഞോളൂ നീനു. My name is Neenu. I am from Trivandrum. Now I am living in Sharjah. Yes. I have 2 children. I have completed my degree. My hobby is listening to music. Now I am attending the Montessori TTC course. Yes. Okay. Anything you can ask to Neenu? ആർക്കെങ്കിലും എന്തെങ്കിലും നീനുവിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Now she is living in Sharjah. ചോദിച്ചൂടെ? മോണ്ടിസോറി കോഴ്സിന് അവിടെ ചാൻസ് ഉണ്ടോ, സാധ്യത ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചൂടെ? ഇവിടെ ഇങ്ങനെ ചാൻസ് ഉണ്ടെന്നാ പറയുന്ന സാർ. അപ്പൊ അങ്ങനെയാ ഞാൻ എന്റെ വേറൊരു ഫ്രണ്ട് വഴിയാ ഞാൻ ഇതിലോട്ട് ചേർന്ന് ജോയിൻ ചെയ്തത്. വെരി ഗുഡ് നീനു. യെസ്, വെരി ഗുഡ്. നീനു കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഓക്കെ. ശരിക്കുള്ള പേര് എന്താണ്? സാൽമന്റെ ആണോ? കേട്ടില്ല. എന്തോ? ഹലോ, പറഞ്ഞു, ശബ്ദത്തിൽ പറഞ്ഞു. ശരിക്കുള്ള പേരെന്താണ്? കമറുന്നിസ. എന്തോ? കമറുന്നിസ. ഓക്കെ. ഇവിടെ ആൻഡമാൻ നിക്കോബറിലാണ്. 2 കുട്ടികളുണ്ട്. +2 വരെ പഠിച്ചിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് 3 ദിവസമായിട്ടുള്ള ക്ലാസ്സിൽ ചേർന്നിട്ട്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ഇവിടെ കേരളത്തില് പാലക്കാട് ജില്ലയില് ചെറുപ്പുളശ്ശേരി. വെരി ഗുഡ്. ആൻഡമാൻ നിക്കോബാറിലായിട്ട് എത്ര നാളായി? ഇവിടെ ഇപ്പോ കല്യാണം കഴിച്ചു വന്നതാണ്. 17 വർഷമായി. 17 വർഷം. ആ 17 വർഷമായിട്ട് ആൻഡമാൻ നിക്കോബാറിലാണ്. ലീവില് വരും,
വെക്കേഷൻ ലീവില് അവിടെ കേരളത്തിൽ വരാറുണ്ട്. വെക്കേഷൻ വന്ന് കൊണ്ടുപോയിട്ടു. ഓക്കെ 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 ഓക്കെ. യെസ്. എങ്ങനെ തോന്നുന്നു റമീനിസ ആൻഡമാനിലെ ജീവിതം കേരളത്തിലെ ജീവിതം? കേരളത്തിലെ ജീവിതം അണ്ടമാനില് അടിപൊളിയാണ് ജീവിതം. കുറച്ച് ചെറിയ സ്ഥലത്ത് ഹിന്ദി ഭാഷയാണ്. ഹിന്ദി ഹിന്ദി. ഓക്കെ ഓക്കെ. പിന്നെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തെ ആളുകളും ഉണ്ട് ഇവിടെ. എല്ലാ ഭാഷക്കാരും ഉണ്ട്. ഇന്ത്യയില് മെയിനായിട്ട് സംസാരിക്കുന്നത് ഹിന്ദിയാണ്. യെസ്. ആക്കില് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആൻഡമാൻ നിക്കോബാറിലുള്ള ഒരാള് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് ഒന്നും ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നത് വേണ്ടിയിട്ട്. ഐലൻഡ് അല്ലേ ആൻഡമാൻ നിക്കോബാർ പറയുന്നത്? ഹൗ ഇറ്റ് ഫീൽസ്? വെതർ ഒക്കെ എങ്ങനെയാ അവിടെ? വെതർ ഇവിടെ മഴ അത്ര നമ്മളെ കേരളത്തിൽ അത്ര ഉണ്ടാവില്ല, പക്ഷെ ഉണ്ടാവുമ്പോ ശക്തമായിട്ട് ഉണ്ടാവും. പിന്നെ ചൂട് ഓക്കെ നമ്മളവിടുത്തെ മാതിരി തന്നെയാണ്, കേരളത്തിലത്തെ ആണ്. പിന്നെ ഭക്ഷണം ഇവിടെ കൂടുതലും പച്ചരിയാണ് കഴിക്കുക. അങ്ങനെയൊക്കെ. Hi, അവിടെ ടൂറിസം എങ്ങനെയുണ്ട്? And what is the right season to come and visit there, Andaman Nicobar? ടൂറിസം അടിപൊളി. ഞങ്ങളെപ്പോഴും കണ്ടിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് അത് അത്ര വലിയ ഇതായി തോന്നില്ല. പുറത്തുനിന്ന് വരുന്നവർക്കാണത്. Yeah, it's an island, it's a blue beach, and അതൊക്കെ അല്ലേ Andaman Nicobar. Once in a life you have to visit. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ റീൽസ് കാണുക. And അത് ലക്ഷദ്വീപ് ഓൾസോ. ലക്ഷദ്വീപ് അല്ല, ആൻഡമാൻ നിക്കോബാർ. ഇല്ല, അത് മനസ്സിലായി. But these two things we can visit. That's what they say. So അവിടുത്തെ right time to visit, the better climate ഏതാ? Which one? ഓഗസ്റ്റ്. ഇല്ല, ആ സമയം റെയിനി സീസൺ ആണോ? ബിക്കോസ് നോർമലി ദേ പ്രിഫർ നോട്ട് എ റെയിനി സീസൺ ആൻഡ് ദെൻ വിസിറ്റിംഗ് ടൈം ഉണ്ടാവില്ലേ? ഇവിടെ ഓഗസ്റ്റ് മുതലാണ് വരാറ്. ഓക്കെ, ഫ്രം ഓഗസ്റ്റ് ടു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഓക്കെ, അപ്പൊ നവംബർ ഡിസംബർ വിന്റർ ആണോ? ഇല്ല, എങ്ങനെയാ? ദാറ്റ് ഈസ് മഴ ഉണ്ടാവും, പക്ഷെ എന്നാലും ആൾക്കാർ വരാറുണ്ട്. ഏത് മാസമാണ് സൽമാൻ മഴ അവിടെ ഉണ്ടാവുന്ന മാസം? ഏതൊക്കെ മാസങ്ങളിലെ മഴ അവിടെ ഉണ്ടാവും? ഇവിടെ ജൂണില് കുറച്ച് ഇങ്ങനെ തുടങ്ങും. പിന്നെ ഇവിടെ മഴക്കാലം, വെയിൽ കാലം അങ്ങനെ വെറും അങ്ങനത്തെ ടൈമില്ല, എപ്പോഴും മഴ ഉണ്ടാവും. കുറച്ച് മഴ. കൊച്ചിയിൽ നിന്ന് ഷിപ്പിലാണ് അങ്ങോട്ട് പോവാറ്? ഇല്ല, ഫ്ലൈറ്റിലാ വരാറ്. ഫ്ലൈറ്റിലാണ് പോവാറ്. ഒരാൾക്ക് എത്ര രൂപ ചാർജ് വരും? ഫ്ലൈറ്റിന് എത്ര രൂപയുടെ റേറ്റ്? ഫ്ലൈറ്റിന് സീസണിന്റെ മേലെയാണ്. ഇപ്പൊ വെക്കേഷൻ ടൈം ആണെങ്കിൽ റേറ്റ് കൂടുതലേക്കാരം. 10, 11, 25 അതുവരെയൊക്കെ പോകും. അപ്രോക്സിമേറ്റ് പറഞ്ഞാൽ മതി, ഉദ്ദേശം. 10 എന്തായാലും 10,000. 10,000 per person അല്ലേ? From നെടുമ്പാശ്ശേരി ടു നിക്കോബാർ. ഓക്കെ. ഇനി ഷിപ്പിനാണെങ്കിൽ വളരെ കുറവല്ലേ? ഷിപ്പിൽ ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ, അവർക്ക് കുറവാണ്. നമ്മള് പുറത്തുനിന്ന് വന്നവർക്ക് റേറ്റ് കൂടും. ഇവിടുത്തെ ഐലൻഡർ പറഞ്ഞിട്ട് അവർക്ക് കുറവാണ്. ഷിപ്പിനങ്ങോട്ട് പോയിട്ടുണ്ടായില്ലേ? ഒരു പ്രാവശ്യം. ഉണ്ട്. അതിന് എത്ര രൂപയുടെ ചെലവുണ്ട് ഷിപ്പിന്റെ? ഷിപ്പിന് 4,500. 4,500. അപ്പൊ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശിച്ച് പറഞ്ഞുണ്ട്. 1 is 10,000. If it is ship, 4,500. ചെറിയ വ്യത്യാസം. കാലഘട്ടം മാറി. പക്ഷെ 4 ദിവസം ഇരിക്കണം. 4 ദിവസം യാത്ര. 4 ദിവസം വേണം. Yes. Okay, Abarna, good afternoon. Yes. Okay. Very good, sir. Sir. Yes, thank you for your information.
ആർക്കെങ്കിലും ചോദിക്കാനുണ്ട്? ആൻഡമാൻ നിക്കോബാറിലെ ഒരു ആള് നമ്മുടെ കൂടെ ഉണ്ട്. യെസ്. സർ ഐ മീൻ അവരുടെ അടുത്ത് ലോക്കൽസ് അവിടെ ആരാ? ദാറ്റ് ഇസ് അവരുടെ നാഷണാലിറ്റി പീപ്പിൾ ആരാ അന്തമാൻ നിക്കോബാറില്? ഹലോ തരുണിസ, റബിനിസ പോയാ? പോയി തന്നു. ഒരു ഒന്ന് വിചാരിക്കാം. റബിന്യൂസ, ഇവിടെ ചോദിച്ചോളൂ. ഇവിടെ ലോക്കൽസ് എന്ന് പറഞ്ഞാല് ഇവിടെ ബ്രിട്ടീഷുകാര് കൊടുന്ന് വിട്ട ആൾക്കാരാണ്. ബ്രിട്ടീഷിന്റെ ടൈമില് ആൾക്കാര് നാട് കടത്തിയില്ലേ, അവര് വന്നവരാണ് ഇവിടുത്തെ ലോക്കല്. അവിടെ ജയിലിലേക്ക് ജയിൽ പുള്ളികളായിട്ട് ആരൊക്കെ കൊടുന്ന അവരെ മക്കൾ ഇപ്പൊ ഇവിടുത്തെ ലോക്കലാണ്. അതിപ്പോ എന്റെ ഹസ്ബൻഡിന്റെ വെല്ലിപ്പാനൊക്കെ അങ്ങനെ കൊടുന്നത് അത്ര ബ്രിട്ടീഷുകാര് ഇവിടെ എന്നിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ജയിലും നമ്മള് 10ലൊക്കെ ഹിസ്റ്ററിയിൽ പഠിക്കലില്ലേ, എന്താ തലപ്പനി അതൊക്കെ ഇവിടെയാണ്. ഓക്കെ റബിനിസ, നമുക്ക് ആൻഡമാൻ നിക്കോബാറിൽ വെച്ച് എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ആരാണ് നേരത്തെ സെൽഫ് ഇൻട്രോഡക്ഷൻ കൊടുക്കാത്തവരില് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ട. 1-2 പേർ കൂടി ഞാൻ അവസരം തരികയാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്നു. യെസ്. Hi, sir. യെസ്, പറഞ്ഞു സ്റ്റെഫി. Good afternoon, my friends. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. My name is Steffi Stephen. I am from Muravur in Kottayam district. I have completed BSc Zoology. I am not married yet. I am living with my parents and a younger brother. He is in Malta. I worked as a documentation assistant for 2 years and also as dental technician for 3 years. Then I realized I want something that makes me happy, so I quit from the job about a year ago. Now I choose to become a teacher because as I worked as a tuition teacher during Corona, and I realized that make me happy and more valuable than other working field. That's why I choose Montessori teaching, and that's my ambition too. I do crochet and resin art during my free time. That's all. Thank you. ഓക്കെ സ്റ്റെഫി, വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. Thank you. Anybody can ask any question to Steffi? സ്റ്റെഫി പോലെ സ്റ്റെഫിയോട് എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Okay. യെസ്. എന്തുകൊണ്ട് അവിടുന്ന് പോകുന്നതുള്ള സ്റ്റെഫി പറഞ്ഞു. യെസ്. എനിത്തിങ്? ഓക്കെ സ്റ്റെഫി, no questions. Okay, we are satisfied. Thank you. Okay, very good. Yes. അപ്പൊ സ്റ്റെഫി പറഞ്ഞു. യെസ്. ഈ ആരാണ് സ്റ്റെഫി കഴിഞ്ഞാല്? ആഫ്റ്റർ സ്റ്റെഫി സ്വയം ഒന്ന് പരിചയപ്പെടുന്നതിൽ കുഴപ്പമില്ലല്ലോ. ശ്രുതി പറഞ്ഞോളൂ. ശ്രുതി. Hi, sir. Hi. My name is Shruti Anand. I am from Ernakulam. Yes. എറണാകുളത്ത് എവിടെയാണ്? Puduvaipu. Yes. Okay. I completed my degree. Yes. Degree ഏതായിരുന്നു? Degree BCom. BCom. Yes. Then. I have one daughter. Yes. എന്താണ് ആക്ച്വലി ഹോബീസ് എന്തൊക്കെയാണ്? Hobbies: listening music, cooking, etc. Listening music and Cooking. Oh, very good. Then സാധാരണ ബികോം എടുക്കുന്നവർ ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ പോകാറുള്ള പതിവ്. Why you select Montessori course? ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ കുറെ കരിയർ ഗ്യാപ്പ് വന്ന് മാരേജ് കഴിഞ്ഞ് പിന്നെ PG എടുത്തതാണ്. പിന്നെ പ്രഗ്നന്റ് ആയി, അങ്ങനെ കുറെ ഡിലേ ഒക്കെ വന്ന്.
ഇപ്പൊ അത്രയും ഗ്യാപ്പ് കാരണം വേറെ Yes. കിട്ടാൻ ഇച്ചിരി പാടായിരിക്കുമല്ലോ, അതുകൊണ്ട് ടീച്ചിങ് പിന്നെ എനിക്ക് ചെറുതായിട്ടൊക്കെ കുഞ്ഞിലെ ആഗ്രഹം ഉണ്ടായി ടീച്ചർ ആവണമെന്ന്. അപ്പൊ അങ്ങനെ കോഴ്സ് തെരഞ്ഞെടുത്തു. Okay, very good, very good. വൈപ്പിൻ മേഖലയിലേക്ക് ഇഷ്ടംപോലെ സ്കൂളുകളുള്ളത്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുള്ളത്. Okay, you may be posted and placed there. Don't worry. Okay, Shaliana. Thank you, sir. Very good, very good, very good, very good. Then, ആർക്കെങ്കിലും? Good afternoon. Yes, yes. അപ്പോൾ ദീപ്തി കഴിഞ്ഞിട്ട് വരണ്ട. ദീപ്തി പറഞ്ഞോളൂ ദീപ്തി. Good afternoon, sir. First of all, Yes, thank you so much for giving me this opportunity to introduce myself. Yes. I am from Kallur in Thrissur. I am completed in degree in BSc Mathematics. I have two children. My Yes. eldest daughter, Tanel, she is studying in 5th standard. My youngest daughter is Nathan, 1.5 years old. My hobby is dancing and listening music. I am interested in teaching profession, so I am going to Montessori TTC course. Yes. Okay. And she is from Thrissur. Okay, anybody can ask any question to Deepthi? Deepthi നിന്ന് അറിയേണ്ടതായിട്ട് എന്തെങ്കിലുണ്ടോ? ഹോബീസ് എന്തൊക്കെയാ? Hobbies dancing and listening music. Okay, ഡാൻസിംഗ് അപ്പൊ അവിടെ പിടിക്കേ ക്ലാസിക്കാണോ? ക്ലാസിക്കൽ ഡാൻസ് ഇഷ്ടമാണ്, പക്ഷെ പഠിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ചെയ്ത് കാണിച്ചാൽ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് സാധാരണ ഞാൻ സിനിമാറ്റിക് ഡാൻസിനൊക്കെ പോകാറുണ്ട്, അങ്ങനെ കളിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഇത് മലയാള സിനിമയില് നൃത്തം ചെയ്യുന്ന ഒരുപാട് നായികമാരെ ദീപ്തി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ദീപ്തിയുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട, നന്നായിട്ട് നൃത്തം ചെയ്തു എന്ന് ദീപ്തിക്ക് തോന്നിയിട്ടുള്ള നന്നായി കളിക്കുന്നവരാ ശോഭനൊക്കെ ഡാൻസ് നല്ല ഡാൻസ് തന്നെയാ. ഞാൻ ശോഭന പ്രതീക്ഷിച്ചതാണ് ഉത്തരം. ശോഭന അല്ലാതെ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചത് ചോദിച്ചു. Okay. Anybody can ask any question to Deepthi? Yes. അപ്പൊ ഓക്കെ ദീപ്തി, വെരി ഗുഡ്. Okay. ഒരാൾ കൂടെ നേരത്തെ വന്നിരുന്നല്ലോ. Good afternoon, sir. Yes, Shalini. Okay. Yes, sir. My name is Shalini. I am from Tiruvalla. Yes. I completed my post-graduation from Mahatma Gandhi University. Now I worked as an accountant in an Ayurvedic hospital. Dancing is my passion. I got married on February 8th. He worked in Delhi. That's all, sir. Yes. Okay. But dancing is her passion എന്നാണ് പറഞ്ഞത്. Yes, ചോദിച്ചോളൂ. ശാലിനിയോട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഡാൻസിങ് ഈസ് യുവർ പാഷൻ. എനിക്ക് ചോദിക്കാറില്ലേ? So, Shalini, what is your inspiration to select to involve in dancing? Sir, from my 6th standard, I am studying classical dance. Yes. Till to my 10th standard, because at that time teacher told my mother that I am back in studies because of dancing. Yes. So at that point I stopped that. Now I am continuing my dancing career also. Oh, yes. സാധാരണഗതിയിൽ ഇങ്ങനെയല്ല, ഡാൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പഠിപ്പിലും പിടിക്കുകകൾ അയക്കാറെന്ന് പറയൂ. അല്ല സർ, ഈ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും നമ്മള് 10th വരുമ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് ടീച്ചർമാർ അമ്മയോട് പറഞ്ഞിട്ട് ഡാൻസിങ് നിർത്തി, ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ വിടുന്നത്. അപ്പൊ even now you continue with dancing as a passion in your mind. Okay. Yes. Okay, Shalini, very good. Follow your passion. ഞാൻ പണ്ടൊരു കുട്ടിയെ, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ പഠിപ്പിച്ച് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ചിരുന്നു. അപ്പൊ എന്നോട് അതിന്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഇന്നലെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അതിനോടൊപ്പം അതിന്റെ അമ്മ എന്നോട് പറഞ്ഞത് 7 to 8
എന്ന് പറഞ്ഞാല് വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ ആ സമയത്തിനുള്ളിൽ വരണം. അതാണ് എനിക്ക് തന്നിരിക്കുന്ന സമയം. അപ്പൊ ഞാൻ 7 മണി എന്നുള്ളത് 6:50 ചെല്ലാൻ പാടില്ല. 6:50 ചെന്നാല് കഥാപ്രസംഗം പഠിപ്പിക്കുന്ന സാറ് പോയിട്ടുണ്ടാവില്ല, കഥാപ്രസംഗം ഒരിക്കും. യെസ്, 8 മണിക്ക് നിർത്തണം. 8 മണി കഴിയുമ്പോ അടുത്ത സാധനം പഠിപ്പിക്കാനുള്ള സാർ അവിടെ വന്നിരിക്കുന്നു, വന്നിട്ടുണ്ട്. അപ്പൊ 8:01 പോകാൻ പാടില്ല. പക്ഷെ ഈ കുട്ടിയോ എല്ലാത്തിലും A ഗ്രേഡ് കിട്ടുന്ന കുട്ടിയുമായി അന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ ടാലന്റ് കണ്ടിട്ട്. യെസ്, ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കാനും ഓരോ സംഗതി പഠിപ്പിക്കാനും ഓരോ സാറുമാരെ അവിടെ വരുന്നു. അതിൻ്റെ എല്ലാത്തിലും എക്സ്പേർട്ട്, പഠിക്കാനും പിടിക്കുകയായിരുന്നു. യെസ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, എന്നിരുന്നാലും ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Then who is coming next? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് മഹിതയെ കൂടി നിർത്തിയിട്ട് അടുത്ത ക്ലാസ്സിൽ കൊടുക്കാം. മഹിത പറഞ്ഞോളൂ. Good afternoon all. Yes. I am Mahida from Kannur. Now I am lives in Ernakulam. I completed Kakanada അടുത്ത് കങ്ങരപ്പടി എന്ന് പറയും. Okay, കങ്ങരപ്പടി. Yes, continue. I completed +2. After that I completed a polytechnic diploma. I have 2 children. The elder daughter is studying in 7th standard. The younger daughter is studying in LKG. In free time, I am listening music and sometimes watching movies. Oh, ഞാൻ വിചാരിച്ച sometimes singing music എന്നായിരുന്നു. No, no sir. Listening music, no singing. I have a dream to be a teacher. That's why I joined this course. Yes, very good, very good. Mahida from Kannur to Ernakulam. Yes, അപ്പൊ കണ്ണൂര് വളരെ വടക്കോട്ടുള്ള സ്ഥലമാണ്. എറണാകുളം ഏതാണ്ട് ഒരു മധ്യ കേരളത്തിന്റെ ഭാഗമാണ്. ഈ 2 ജില്ലക്കാരെ വെച്ച് നോക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്താണ് 2 ജില്ലയിൽ ജീവിച്ച മഹിതയ്ക്ക് എത്ര നാളായി എറണാകുളത്ത് താമസിക്കുന്നത്? 4 years. 4 years. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് തോന്നുന്നു 2 ജില്ലയിൽ താരതമ്യം ചെയ്യുമ്പോൾ? താരതമ്യം ചെയ്യുമ്പം കണ്ണൂർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അവിടെ സ്ഥലങ്ങളൊക്കെ കുറച്ച് ഗ്രാമപ്രദേശം അങ്ങനത്തെ ഒരു ലൈഫിലല്ലേ നമ്മൾ അവിടെ ജീവിച്ചത്. ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ ക്രൗഡഡ്, ഫുൾ സിറ്റി ലൈഫ്, അങ്ങനത്തെ ഒരു ഫീലിംഗ്. കുറച്ചുകൂടി മെക്കാനിക്കൽ ലൈഫാണ് ഇവിടെ അല്ലേ? അങ്ങനെ തോന്നിയല്ലേ? യെസ്, ഓക്കെ മഹിത. യെസ്, അപ്പോ ഇനിയും കുറച്ചു പേര് കൂടി പറയാനുണ്ട്. അവർക്ക് ഞാൻ അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് അവസരം കൊടുക്കാം. യെസ്, അപ്പൊ ഈ വായിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വെച്ചത് 2-3 പേർക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, പിന്നെ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ നൗണിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പൊ അന്ന് പറഞ്ഞത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. വാട്ട് ഈസ് മീൻ ബൈ നൗൺ എന്ന് പറഞ്ഞു, നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ് എന്ന് പറഞ്ഞു. കൗണ്ടബിൾ ആണ്, അൺകൗണ്ടബിൾ ആണ് എന്ന് പറഞ്ഞു. കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത്, അൺകൗണ്ടബിൾ എണ്ണാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. വീണ്ടും നമ്മള് അതിന്റെ സിംഗുലറും പ്ലൂറലും നോക്കി. ഓരോ ഐയിൽ അവസാനിച്ചു കഴിയുമ്പോൾ IES വരുന്നതും വെറുതെ ES വരുന്നതും നമ്മൾ നോക്കി. യെസ്, പിന്നെ സാധാരണ എസും ES വരുന്നതൊക്കെ നമ്മൾ നോക്കി. ഏതൊക്കെ SS, SH, CH, X ഇതിലൊക്കെ അവസാനിക്കുമ്പോൾ ES വരുമെന്ന് പറഞ്ഞ് പ്ലൂറല് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയത്. പിന്നെ അന്ന് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതെങ്കിലും ഒരു നൗൺ അതിന്റെ ലാസ്റ്റ് അവസാനിക്കുന്ന വേരിന് തൊട്ട് മുമ്പ് ഒരു വവ്വൽ സൗണ്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് റേഡിയോ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് റേഡിയോ എന്ന് പറയുന്ന വേർഡിനെ നോക്കി RADIO, റേഡിയോ. അപ്പൊ ഓയിൽ അവസാനിക്കുന്ന വേർഡാണ്. തൊട്ടു മുന്നിൽ വന്നേക്കണ ഏതാണ്? I ആണ്.
ഐ എന്ന് വെച്ച് കഴിഞ്ഞാല് വവൽസിൽ പെട്ടതാണ്. അപ്പൊ അങ്ങനെ വവൽസിൽ പെട്ടതാണെങ്കിൽ വവൽസിൽ പെട്ടതിന്റെ ഒരു വേർഡ് പ്രൊസീഡ് ചെയ്ത് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ, അവസാന വേർഡിന് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്ലൂറൽ എഴുതുമ്പോൾ വെറുതെ എസ് എന്ന് ചേർത്താൽ മതി. വെറുതെ എസ് എന്ന് ചേർത്താൽ മതി. നേരെ മറിച്ച് വവൽ സൗണ്ട് ഇല്ല എങ്കിൽ, വവൽ സൗണ്ട് ഇല്ല എങ്കിൽ അവിടെ നമ്മൾ എന്ത് ചേർക്കേണ്ടി വരും? ES എന്ന് ചേർക്കേണ്ടി വരും. അപ്പൊ അതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഒന്നുകൂടി പറയാം. O എന്ന് പറയുന്ന വേർഡിൽ അവസാനിക്കുന്ന വാക്കുകള്, നൗണുകള്, അതിന്റെ തൊട്ടു മുന്നില് ഒരു വവൽ സൗണ്ട് ഉണ്ടെങ്കിൽ, AEIOU എന്ന് പറയുന്ന വവൽ സൗണ്ട് ആണ് വന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ പ്ലൂറൽ എഴുതുമ്പോൾ എസ് എന്ന് ചേർത്താൽ മതി. നേരെ മറിച്ച് വവൽ സൗണ്ട് അല്ല എങ്കിൽ ES എന്ന് ചേർക്കും. അപ്പൊ വവൽ സൗണ്ട് അല്ലാത്തതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് മാംഗോ, MANGO, മാംഗോ, ലാസ്റ്റ് O ആണ്. ആ ഓയുടെ മുന്നിൽ വന്നേക്കുന്ന വേർഡ് ഏതാണ്? G ആണ്. അത് വവൽ സൗണ്ട് അല്ല. അപ്പൊ അതുകൊണ്ട് മാംഗോ എന്നുള്ളതിന്റെ പ്ലൂറല് മാംഗോസ്, ES കിടക്കുമ്പോൾ അത് പ്ലൂറലാവുന്നു. പക്ഷെ എപ്പോഴും ഇത് കറക്റ്റ് ആവണമെന്നില്ല. ചില വാക്കുകൾ ഇംഗ്ലീഷ് ഒറിജിൻ ആയിട്ടുള്ള വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ കൂടെ അതിന്റെ പ്ലൂറല് ലാസ്റ്റ് അവസാനിച്ചിരിക്കുന്നത് ഓയിലാണ്. അതിന്റെ തൊട്ടു മുന്നില് ഒരു വവൽ സൗണ്ടും ഇല്ല. പക്ഷെ ES അല്ല, എസ് ആണ് ചിലപ്പോൾ തീർക്കേണ്ടി വരിക. അത് ഇംഗ്ലീഷ് ഒറിജിൻ ആയിട്ടുള്ള വാക്കുകൾ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ ഭാഷയിലേക്ക്, ഇംഗ്ലീഷ് ഭാഷയിലേക്കാണെങ്കിലും ഏത് ഭാഷയിലേക്കാണെങ്കിലും വേറെ കുറെ ലാംഗ്വേജിൽ നിന്നുള്ള വാക്കുകൾ കയറി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോ ഇപ്പോ കുറച്ച് ആളുകളുടെ പേര് എഴുതുന്നത് രമണി, സുശീല, രാമൻ, സീത, പിന്നെ ഒരു ETC എന്നിടും. ETC. ആ ETC എന്ന് എഴുതി രണ്ട് കുത്തിടുന്നത് മുതലായവർ എന്നുള്ള അർത്ഥത്തിലാണ്. എക്സ്ചേതര എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡാണ് അത്. അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആ ETC. ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ലാറ്റിൻ വേർഡ്. അതുപോലെ തന്നെയാണ് സീനിയർ, ജൂനിയർ, ഇതെല്ലാം ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള വാക്കുകളാണ്. അങ്ങനെ വിവിധ ഭാഷകളിൽ നിന്ന് വിവിധ ഭാഷകളിലേക്ക് വാക്കുകൾ ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇംഗ്ലീഷ് ഒറിജിൻ ആയിട്ടുള്ള വാക്കുകൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് പിയാനോ. പിയാനോ എന്ന് പറയുന്ന വേർഡ് ഇംഗ്ലീഷ് ഒറിജിനാണ്. നോക്കിയേ, ആ പിയാനോ എന്ന് പറയുന്ന വേർഡിന്റെ ലാസ്റ്റ് അവസാനിച്ചിരിക്കുന്നത് ഏതാണ്? O ആണ്. PIANO. ആ ഓയുടെ തൊട്ട് മുന്നുള്ളത് ഏതാണ്? N ആണ്. N എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തല്ല? വവൽസിൽ പെട്ടതല്ല. പക്ഷെ പിയാനോസ് എന്ന് പറയണമെങ്കിൽ വെറുതെ ഒരു S മാത്രം ചേർത്താൽ മതി. ബിക്കോസ് ദ വേർഡ് പിയാനോ ഈസ് ആൻ ഇംഗ്ലീഷ് ഒറിജിൻ. അങ്ങനെ ചില നൗണുകൾ ഇംഗ്ലീഷ് ഒറിജിൻ ആയിട്ടുള്ളതുണ്ട്. അങ്ങനെയുള്ള വാക്കുകളുടെ കൂടെ ഓയിൽ അവസാനിച്ചു കഴിഞ്ഞാലും അതിന്റെ മുന്നിൽ ഒരു വവൽ സൗണ്ട് ഇല്ല എങ്കിലും വെറുതെ S തന്നെ വരുന്നുള്ളൂ. വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാല് ഫോട്ടോ, PHOTO, ഫോട്ടോ. ഇതിന് ലാസ്റ്റ് അവസാനിക്കുന്നത് O എന്ന് പറയുന്ന വേർഡിലാണ്. ആ ഓയുടെ തൊട്ട് മുന്നുള്ള വേർഡ് എന്താണ്? T ആണ്. അതും വവൽ സൗണ്ടിൽ വരുന്നതല്ല. ഫോട്ടോസ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു S മാത്രം ചേർത്താൽ മതി. അപ്പോ പിയാനോ പറഞ്ഞു, ഫോട്ടോ പറഞ്ഞു, ഡൈനാമോ, ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ഒറിജിൻ ആയിട്ടുള്ള വേർഡ്സിന്റെ മുന്നിൽ S എന്ന് മാത്രം ചേർത്താൽ മതി. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. യെസ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്, ഇപ്പൊ നമ്മൾ നൗണിനെ കുറിച്ച് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൗണ്ടബിള്, അൺകൗണ്ടബിള്, സിംഗുലർ, പ്ലൂറല് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നൗണിന്റെ ജെൻഡറാണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ് ജെൻഡർ. നമ്മളിപ്പോ അപേക്ഷയൊക്കെ പൂരിപ്പിക്കുമ്പോൾ ജെൻഡർ പറയും, മെയിൽ ഓർ ഫീമെയിൽ. യെസ്, അതിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് പറയും. യെസ്. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ ജെൻഡറിനെ കുറിച്ചാണ്. യെസ്,
4 ടൈപ്പ് ജെൻഡറുകളാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ലിംഗഭേദം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 4 ടൈപ്പ് ജെൻഡേഴ്സ് ആണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് പറയുന്നത് മാസ്കുലിൻ ആണ്. മാസ്കുലിൻ ജെൻഡർ. മാസ്കുലിൻ MASCULIN. മാസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അപേക്ഷയൊക്കെ പൂരിപ്പിക്കുമ്പോൾ അതിൻ്റെ അത് മെയിൽ എന്ന് കാണാം. MALE മെയിൽ. മെയിൽ മീൻസ് ആണ്. അപ്പൊ അതിനെ ഓർത്തിരുന്നാൽ മതി. മാസ്കുലിനും മെയിലും. യെസ്. അപ്പൊ മാസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണായിട്ടുള്ള ജെൻഡർ വരുന്നതല്ല. ബോയ് വരും, ഫാദർ വരും, ബ്രദർ വരും, ഇപ്പൊ കോക്ക് പൂവൻകോഴി വരും. ആണായിട്ട് വരുന്നതെല്ലാം ഉണ്ടല്ലോ. അതിനെല്ലാം നമുക്ക് എന്ത് പറയാം? മാസ്കുലിൻ ജെൻഡർ എന്ന് പറയാം. മാസ്കുലിൻ ജെൻഡർ ആണായിട്ട് വരുന്നത്. യെസ്. രണ്ടാമത്തെ ജെൻഡറിന്റെ പേരാണ് ഫെമിനിൻ. അപ്പൊ ഫീമെയിൽ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫീമെയിൽ പെൺകുട്ടി എന്നർത്ഥം വരുന്ന ഫീമെയിൽ. അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണിത്. അപ്പൊ അതിനെ ഓർത്തിരുന്നാൽ മതി. ഫെമിനിൻ, സ്ത്രീ സഹജമായ നമ്മൾ പറയാറില്ലേ, ഫെമിനിൻ. യെസ്. അതായത് സ്ത്രീ ആയിരിക്കും അത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഫെമിനിൻ ആണെന്ന് അറിയാൻ പറ്റും. ഉദാഹരണം അമ്മ, മദർ. ആ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ എന്താണ് അത് ഫെമിനിൻ ആണ്. ഗേൾ, അപ്പൊ നമുക്കറിയാം അത് എന്താണ് ഫെമിനിൻ ആണ്. സിസ്റ്റർ, അപ്പോഴും നമുക്കറിയാം അത് എന്താണ് ഫെമിനിൻ ആണ്. ഡോട്ടർ, മകൾ. യെസ്. അപ്പോ മകൾ എന്ന് പറയുമ്പോഴും എന്താണ് ഫെമിനിൻ ആണ്. യെസ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ അത് ആണാണോ പെണ്ണാണോ നമുക്കറിയാൻ പറ്റും. ആണാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ പേരുകളെ നമ്മൾ മാസ്കുലിൻ ജെൻഡർ എന്നു. പെണ്ണാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ പേരുകളെ നമ്മൾ ഫെമിനിൻ ജെൻഡർ എന്ന് പറയും. അപ്പൊ 4 എണ്ണത്തില് 2 എണ്ണമാണ് ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞത്. വൺ ഈസ് മാസ്കുലിൻ, നെക്സ്റ്റ് വൺ ഈസ് ഫെമിനിൻ. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത് ഒരെണ്ണമാണ്. ആ മൂന്നാമത്തെ പേരാണ് ന്യൂട്ടർ ജെൻഡർ. ന്യൂട്ടർ ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും പറയാല്ലേ ന്യൂട്രായിട്ട് നിൽക്കാന്ന് പറയും. അവര് പലതും പറയും അനുകൂലിക്കാൻ വേണ്ട പ്രതികൂലിക്കാൻ വേണ്ട ഒരു ന്യൂട്രായിട്ട് നിൽക്കാന്ന് പറയാം. അതാണ് ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നൈദർ മെയിൽ നോർ ഫീമെയിൽ. ആണാണോ ആണല്ല, പെണ്ണാണോ പെണ്ണുമല്ല, രണ്ടുമല്ല. മാസ്കുലിനുമല്ല ഫെമിനിനുമല്ല, രണ്ടുമല്ലാത്ത നൗണുകൾ വരും. പേര് കേട്ട് കഴിഞ്ഞാൽ അത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് മാംഗോ. മാംഗോ മീൻസ് നെയിം ഓഫ് എ തിങ്. ഒരു സംഗതിയുടെ പേരാണ് മാങ്ങ. അത് ആണാണോ പെണ്ണാണോ എന്ത് പറയാൻ പറ്റില്ല. അപ്പൊ അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. ബുക്സ്, പെൻ, പെൻസിൽ, സ്കൂൾ, കോളേജ്, ഇങ്ങനെയൊക്കെയുള്ള പേരുകളില്ലേ. ഈ പേരുകൾ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് അത് മെയിലാണോ എന്ന് പറയാൻ പറ്റില്ല, ഫീമെയിൽ ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ രണ്ടും പറയാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് ന്യൂട്രൽ ജെൻഡർ എന്ന്. അപ്പൊ മൂന്നാമത്തെ ജെൻഡറായി. ആദ്യം ഞാൻ പറഞ്ഞു മാസ്കുലിൻ, രണ്ടാമത് പറഞ്ഞു ഫെമിനിൻ, മൂന്നാമത് പറഞ്ഞു ന്യൂട്രൽ. ന്യൂട്രൽ മീൻസ് നൈദർ മെയിൽ നോ ഫീമെയിൽ. മെയിലുമല്ല ഫീമെയിലുമല്ല. ഓക്കെ. അപ്പൊ സർ എക്സ്ക്യൂസ് മീ, സോറി. അപ്പൊ ഈ ന്യൂട്ടർ ജെൻഡർ പറയുന്നത് തിങ്സ് ആണ് അല്ലേ? നെയിം ഓഫ് തിങ്സ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. യെസ്. നൗ വി കം ടു നെക്സ്റ്റ് വൺ. ആ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്. ദാറ്റ് മീൻസ് കോമൺ ജെൻഡർ. കോമൺ ജെൻഡർ. ഞാൻ ന്യൂട്രൽ ജെൻഡർ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നൈദർ ഫീമെയിൽ നോർ മെയിൽ. ആണുമല്ല പെണ്ണുമല്ല. അതാണ് ന്യൂട്രൽ പറഞ്ഞത്. നേരെ മറിച്ച് കോമൺ ജെൻഡർ എന്ന് പറയുമ്പോൾ നൈദർ എന്നുള്ളതിന് പകരം ഐദർ അല്ല. ഐദർ മെയിൽ ഓർ ഫീമെയിൽ. ആണുമാകാം പെണ്ണുമാകാം, ഏത് വേണമെങ്കിലും ആകാം. രണ്ടിനും ചാൻസ് ഉണ്ട്. രണ്ടിനുമാകാൻ 50-50 ചാൻസ് ഉണ്ട്. യെസ്.
പുതിയ ഒരു ഡോക്ടർ ചാർജ് എടുത്തു. ആ ഡോക്ടർ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് വേണമെങ്കിൽ നമ്മൾ അവിടെ ചിലപ്പോൾ ഒരു ലേഡി ഡോക്ടർ ആവാം, അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു മെയിൽ ഡോക്ടർ ആവാം. അപ്പൊ ഡോക്ടർ എന്ന് പറയുന്ന വേർഡ് നമുക്ക് മെയിലുമാക്കാം ഫീമെയിലുമാക്കാം, ഈക്വൽ ചാൻസ് ആണ്. നമ്മൾ പറയുന്നു ശ്രീവിദ്യക്ക് ഒരു കുട്ടി ജനിച്ചു, ഇത്രേ പറയുന്നുള്ളൂ. അപ്പൊ പിന്നെ ആ കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ ബോയ്, ഇറ്റ് ക്യാൻ ബി എ ഗേൾ. യെസ്, ആ ചൈൽഡ് എന്ന് പറയുന്ന വേർഡ് അതെന്താകും? വേണമെങ്കിൽ സിംഗിളോട് ആക്കാം, സോറി വേണമെങ്കിൽ ഫെമിനിനും ആക്കാം, വേണമെങ്കിൽ അതെന്താക്കാം മാസ്കുലിനാക്കാം. സോഫിയക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കാം സാർ. സോഫിയ റേഞ്ച് ഉള്ളിടത്തോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നേ. യെസ്, ഓക്കെ, ഒന്ന് റേഞ്ച് ഉള്ളടത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. റേഞ്ചിന്റെ കുറവായിരിക്കും, ബാക്കിയുള്ളവർക്ക് കേൾക്കാന്ന് പറയുന്നു. ഓക്കെ, സൗണ്ട് ഇവിടെ 74 വെച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് പറയാം, നാലാമത്തെ നമുക്ക് എന്ത് പറയാം? കോമൺ ജെൻഡർ എന്ന് പറയാം. കോമൺ ജെൻഡർ ആയി കഴിഞ്ഞാല് മാസ്കുലിനും ആകാം പ്ലൂരലും ആകാം, ഫെമിനിനും ആവാം. മാസ്കുലിനും ആവാം ഫെമിനിനും ആവാം. അപ്പൊ നേരത്തെ പറഞ്ഞ കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കുന്ന ആൾക്ക് വേണമെങ്കിൽ വീടെടുത്ത് ചോദിക്കണം, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിച്ചത്. കാരണം ആ കുട്ടി എന്ന് പറയുന്ന വേർഡ് രണ്ടിലോട്ട് പോവാം. ഡോക്ടർ പുതിയത് വന്നു, യെസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ക്യാൻ ബി ലേഡി ഡോക്ടർ ഓർ മെയിൽ ഡോക്ടർ. ഞാനും എന്റെ ഫ്രണ്ടും കൂടിയാണ് അത് ചെയ്തത് പറയുന്നത്. ആ ഫ്രണ്ട് നെയിം ഓഫ് എ തിങ് ആണ് ഫ്രണ്ട്. ആ ഫ്രണ്ട് എന്ന് പറയുന്നത് ക്യാൻ ബി ബോയ് ഫ്രണ്ട്, ഇറ്റ് ക്യാൻ ബി ഗേൾ ഫ്രണ്ട്. അത് ആ ഫ്രണ്ട് എന്ന് പറയുന്ന വേർഡ് ബോയ് ഫ്രണ്ടും ആവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഗേൾ ഫ്രണ്ടും ആവാം. യെസ്, ടീച്ചർ. ഓക്കെ കറക്റ്റ്. ഓക്കെ ദർശന, ഓക്കെ നിഷ. വേണമെങ്കിൽ നമുക്ക് പറയാം എന്റെ ശത്രു ഉണ്ട് അവിടെ എന്ന് പറയുന്നു. ആ വീട്ടിൽ എന്റെ ശത്രു ഉണ്ട്. ആ ശത്രു വേണമെങ്കിൽ ഒരു മെയിലാവാം, ചിലപ്പോൾ ഒരു ഫീമെയിലും ആവാം. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ഈ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ 4 ജെൻഡറിനെ കുറിച്ച് പറഞ്ഞു: മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്ടർ ആൻഡ് കോമൺ. സംശയമൊന്നുമില്ലല്ലോ? യെസ്, ഓക്കെ. നിങ്ങള് ആ നോട്ട്ബുക്ക് ഒന്ന് എടുത്ത് fill in the blanks with feminine, F-E-M-I-N-I-N-E, feminine forms, F-O-R-M-S, forms of the nouns, N-O-U-N-S, nouns in bracket. Yes. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു സെന്റൻസ് പറയാം. ആ സെന്റൻസിന്റെ അകത്ത് ഒരു വേർഡ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ഫെമിനിൻ ഉപയോഗിച്ച് പൂരിപ്പിക്കണം. യെസ്, ഫെമിനിൻ. ഓക്കെ, എഴുതിക്കോ. ആദ്യം ഒരു സിമ്പിൾ പറയാം, മനസ്സിലാവണ്ടേ? ആദ്യത്തെ ചാൻസ് ആർക്ക് വേണം? നസ്രിൻ, ഫസ്റ്റ് ഈസ് യുവർ ടേൺ. യെസ്, ഓക്കെ. ചോദ്യമൊക്കെ കയ്യിൽ വന്നാൽ മതി, സാവകാശം മതി. ഓക്കെ. ഫസ്റ്റ് വൺ, I went, W-E-N-T, went, okay, went to meet
MEET, meet the dash. Okay, ഒന്നുകൂടി പറയാം. I went to meet the dash. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിക്കോ headmaster, HEADMASTER, headmaster. അപ്പൊ ഓക്കെ, നസ്രിൻ എല്ലാവരും പൂരിപ്പിച്ചോട്ടെ അവിടെ. എന്റെ നസ്രിൻ ഉത്തരം പറയും, അതെന്റെ യോജിക്കുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഹെഡ് മാസ്റ്റർ എന്നുള്ളതിന്റെ ഫെമിനിൻ ജെൻഡർ ഉപയോഗിച്ച് പൂരിപ്പിക്കണം. യെസ്, ആണോ എന്നല്ല, ആണ്. യെസ്, വെരി ഗുഡ്. ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ അകത്തുള്ളൊരാണ്. അപ്പൊ അതിന്റെ ഫെമിനിൻ എന്താണ്? ഹെഡ് മിസ്ട്രസ് ആണ്. ഹെഡ് മിസ്ട്രസ് അതൊക്കെ അറിയാൻ പറ്റും, കാരണം പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ ഈ പേര് പരിചയമുള്ളതാണ്. ഓക്കെ അഞ്ജന, നെക്സ്റ്റ് ഈസ് യുവർ ടേൺ. എഴുതിക്കോ. The dash of the film, FILM, film is a new, NEW, new face, FACE, face. Okay, ഞാൻ ഒന്നുകൂടി പറയാം. The dash of the film is a new face, 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 മുഖം. ബ്രാക്കറ്റില് ബ്രാക്കറ്റില് വേറെയാണ്. ഓക്കെ, അത് സമ്മതിച്ചു. ഹീറോ, HERO, ഹീറോ. യെസ്, അഞ്ജന. ഹീറോ എന്നുള്ളതിന്റെ ഫെമിനിൻ എന്താണെന്ന് അറിയാമോ? ഹീറോയിൻ ആണോ സാർ? ഹീറോയിൻ. ഓക്കെ പ്രസുഭ, കറക്റ്റ് ആണ്, ഹീറോയിൻ. കേട്ടാ, ഹീറോ എന്നുള്ളതിന്റെ ഫെമിനിൻ ഹീറോയിൻ. നായകൻ ഹീറോ, നായിക ഹീറോയിൻ. യെസ്, അടുത്തത് മിഥു മനോജ്, യുവർ ടേൺ. The farmer had a couples of COUP, couples അല്ല, couple of dash. ഒന്നുകൂടി പറയാം. The farmer had a couple of dash. ബ്രാക്കറ്റില് bulls, BULLS, bulls. മിഥു, യുവർ ടേൺ. നോക്കിയിട്ട് പറയാം കേട്ടാ. എല്ലാവരും ഫില്ല് ചെയ്ത് വെച്ചോ. മിഥു ആൻസർ വേണ്ട കുറഞ്ഞാലും വരും. ബ്രാക്കറ്റിൽ ഒന്നുകൂടെ പറയാവോ? എന്തോ? ബ്രാക്കറ്റിൽ ഒന്നുകൂടെ പറയാവോ? BULLS, bulls, കാളകൾ. ആൻസർ എന്താണ് മിഥു? കൗസ്. ബുൾസ് എന്നല്ല പറഞ്ഞ, അപ്പൊ കൗസ് നൽകും. ഓക്കെ പ്രസൂബ, കറക്റ്റ് ആണ്. കൗസ്, പശു എന്നുള്ള ഐഡിയയില് കാള എന്നല്ല ബ്രാക്കറ്റില്, അതിന്റെ ഫെമിനിൻ ഏതാണ്? ബുൾസ്, കൗസ്. ഓക്കെ, കറക്റ്റ്. അടുത്തത് ദീപ്തി, സുജിത്, യുവർ ടേൺ. The dash in the zoo isn't double O, Murgashala. The dash in the zoo gave birth, TAV, gave birth to Tio. The dash in the zoo gave birth to TWO2. 2 കഴിഞ്ഞിട്ട് അടുത്ത 2 ഉണ്ട്, അത് TWO2, 2 cubs, 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 കുഞ്ഞുങ്ങൾ. I will repeat that question. The dash in the zoo
gave birth to 2 cubs. ബ്രാക്കറ്റില് ലയൺ, LION, ലയൺ. ദീപ്തി, എനിക്കറിയാം. അറിയാൻ പാടില്ലെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോ, കുഴപ്പമില്ല. നമുക്ക് ഇത് മറ്റേതൊക്കെ കമ്പനി അറിയാൻ പറ്റും. ഏതാണോ സർ? ലയൺ. ലയൺനെസ് കേട്ടാ, LIONNESS. ഓക്കെ, യെസ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, നമ്മൾ ഹെഡ് മിസ്റ്റേഴ്സും ഹീറോ ഒക്കെ നമുക്ക് എപ്പോഴും പരിചയമുള്ള വാക്കാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണമെന്നില്ല. Lion is considered to be the king of the forest. അല്ലേ ദീപ്തി? ഉറപ്പല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലയണിനെ അറിയാമോ? താനാണ് കാട്ടിലെ രാജാവ്. ഒറിജിനൽ ലയൺ അയാൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. കിങ് ഓഫ് ദ ജിംഗിൾ. ലയണിനേക്കാളൊക്കെ ശക്തിയുള്ള കടുവ, പുലി. കടുവയൊക്കെ എന്താ സ്ട്രോങ് സാധനം എന്ന് പറഞ്ഞാല് ആ സംഗതിയൊക്കെ അവിടെ ഉള്ളപ്പോ ഈ ലയണിനെ പിടിച്ച് കിങ്ങാക്കിയ കിടന്നത്. ലയനെ കാണാനൊരു പ്രൗഢിയുണ്ട്. ലയണിനെ കാണാനൊരു പ്രൗഢിയുണ്ട്. അപ്പൊ എന്താ ടൈഗറിന്റെ പ്രൗഢിയില്ലേ? പ്രൗഢി ആയതുകൊണ്ടല്ലേ, എന്താ ഒരു സ്ട്രോങ് ആയതുകൊണ്ടല്ലേ, ശക്തി കൊണ്ട്. ഇപ്പൊ മറ്റൊന്നും ശക്തി ഇല്ലെന്നാണ് പറയണേ. ടൈഗറിന് അതിനുള്ള സംഗതി ശക്തിയില്ല. ഏതാണ്ട് കട്ടക്കട്ടക്ക് നിൽക്കൂലെ രണ്ടുപേരും. അതുണ്ട്. സർ, ലയൺ വന്നിട്ട് ആ ഒരു ഏരിയ ആണെങ്കിൽ അത് ഒന്നേ ഉണ്ടാവുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സർ, അത് ടെറിട്ടറി നോക്കിയിട്ടാണല്ലോ. മീൻസ് ആ ടെറിട്ടറിയില് ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ആ ഒരു ടെറിട്ടറിയില് ലയൺ ആയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡിനെ ഞാൻ അഭിനന്ദിച്ചു. കറക്റ്റ് ആണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ അകത്ത് ഒന്നുകൂടി ആഡ് ചെയ്താൽ മതി. ഈ ലയണിനെ സംബന്ധിച്ച് ഒരു ടെറിട്ടറി ഉണ്ടാവും. ആ ടെറിട്ടറി പുള്ളി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഒരു പക്ഷെ മാർക്ക് ചെയ്ത് വെക്കണത് അതിന്റെ ബാർക്ക്, അത് വെച്ചാൽ മരത്തിലൊക്കെ മാറുമല്ലോ ആ അടയാളം. അത് വേറെ ലൈൻ അറിയാൻ പറ്റുന്നത്. യെസ്, അല്ലെങ്കിൽ അത് യൂറിൻ പാസ് ചെയ്യണത്, ഇതിന്റെ സ്മെല്ല്, ഇതൊക്കെ വേറെ ലൈൻ അറിയാം. ഇത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പുള്ളി എന്ത് ചെയ്യും? പുള്ളിയുടെ ഒരു ബൗണ്ടറി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ടൈഗറും ചെയ്യും, ഒരു ബൗണ്ടറി. പക്ഷെ ഈ ലയണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ലയൺ എപ്പോഴും ഈ ബൗണ്ടറി അങ്ങോട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാല് കുറച്ചും കൂടി ഏരിയ കുറച്ചും അങ്ങനെ അങ്ങോട്ട് വരും. അതൊരു രാജാവിന്റെ ക്വാളിറ്റിയാണ്. ദാറ്റ് ഈസ് ദി മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് എ കിങ്. എപ്പോഴും രാജാവ് എന്താ ചെയ്യുക? തന്റെ അടുത്ത് കിടക്കുന്ന രാജ്യം കൂടി ആക്രമിച്ച് തന്റേലോട്ടാക്കി ബൗണ്ടറി അങ്ങ് നടക്കും. അത് കഴിഞ്ഞതിന് ശേഷം അപ്പുറം കൂടി ആക്രമിച്ച് തന്റെ ഇത് ഈ ഒരു ക്യാരക്ടർ ഉള്ളത് ആർക്കാണ്? സിംഹത്തിനാണ്. അപ്പൊ അതൊരു ക്വാളിറ്റി ഓഫ് എ കിങ്. അതാണ് രാജാവ് ചെയ്യുന്നത്. പണ്ട് കാലത്തുള്ള രാജാക്കന്മാര് അതല്ലേ ചെയ്യുന്നത്. അത് ടൈഗറിനാണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് സോറി, ടൈഗറിനല്ല, ലയൻ ആണുള്ളത്. അതുകൊണ്ടാണ് ലയൻ കൺസിഡർഡ് ടു ബി ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഓക്കെ, ബാക്കി നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. ബൗണ്ടറി മാർക്ക് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം പ്രസുഖക്കാണ്. ഓക്കെ, ഡിഡ് the dash come today? Question mark. ഒന്നുകൂടി പറയാം. Did the dash come today? സർ, ഫസ്റ്റ് സ്പെല്ലിംഗ് ഒന്ന് പറയോ? Did, DID. Did, okay. Did, DID. Did the dash come today? Question mark. Another bracket.
washerman, WASHERMAN, washerman. Yes, washerman എന്നുള്ളതിന്റെ ഫെമിനിൻ വെച്ച് പൂരിപ്പിക്കും. Washer woman. So right answer correct ആണ്. Washer. Yes, man എന്നുള്ളത് മാറ്റി അവിടെ എന്താക്കണം? Woman ആക്കണം. Woman. Okay. Yes. Shishira, next is your turn. The last number. The dash married MARRIED, married the parent PARROT. I will repeat that question. The dash married the parent. Bracket prince, PRINCE, prince. Princess. Princess is the right answer. Very good. Then S കൂടി ചേർത്താൽ മതി. PRINCESS, princess. Very good. അടുത്തത് അന്ന ജോബി, യുവർ ടേൺ. എഴുതിക്കോ. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ദി എന്നുള്ളത് മൈ എന്നായിരിക്കും. മൈ ഡാഷ് comes every Monday. My dash comes every Monday. ബ്രാക്കറ്റില് ലാൻഡ്ലോർഡ്, LANDLORD, my landlord. Yes, my dash comes every Monday, bracketly landlord. Anna Joy, your turn. സാറ് എനിക്ക് അറിഞ്ഞൂടാ. Yes, നീ തന്നെ നമുക്ക് പിടിക്കാം. ലാൻഡ് ലോഡ് എന്നുള്ളത് yes, okay, no problem. Landlord എന്നുള്ളത് ലാൻഡ് ലേഡി, കേട്ടാ, ലാൻഡ് ലേഡി. Yes, okay. ഞാൻ നിങ്ങൾക്ക് അറിയാൻ പാടുള്ളത് ചോദിക്കാണ്ടിരിക്കുന്നു. Yes. അടുത്തത് ആരാണ് പറയാ? ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്ന നേരിട്ടുള്ള പേരുകളാണ് ആദ്യം പറഞ്ഞത്. അഭയ് കൃഷ്ണ. യെസ്, എഴുതിക്കോ. Okay. Next is your turn. My father's FATHER'. My father's dash is a doctor. Yes, bracketile nephew, NEPHEW. My father's dash is a doctor. Bracketile nephew, NEPHEW. Niece. Is the right answer. My father's niece is a doctor. Yes, nephew എന്നുള്ളതിന്റെ ഫെമിനിൻ നീസ്, NIEC, നീസ്. യെസ്. അടുത്തത് അബിത സതീഷ്, യുവർ ചോദ്യം പറയാം. She is dash 2A
great, G-R-E-A-T, great fortune, F-O-R-T-U-N-E. She is dash to a great fortune. വലിയ ഭാഗ്യത്തിന്റെ അവകാശിയാണ് അവൾ. യെസ്, ബ്രാക്കറ്റില് her, H-E-I-R, higher, H-E-I-R, higher. യെസ്, അതിന്റെ ഫെമിനിൻ വെക്കണം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ പറയാം. ആക്ട്രസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇംഗ്ലീഷ് മാൻ, ഇംഗ്ലീഷ് പോലൊക്കെയാണ്. H-E-I-R, ഹയർ. നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കാത്ത വാക്ക് ഉപയോഗിച്ചത്. ലാസ്റ്റ് വേർഡ് ഹെയർ, H-E-I-R, ഹെയർ. ലീഗൽ ഹെയർഷിപ്പ് എന്ന് കേട്ടിട്ടില്ലേ? നിയമപരമായ അവകാശം. അബിത സതീഷ്, എനിക്കറിയില്ല സർ. ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്, ഏതാണ്? ഹെയർനെസ് ആണ് ഇത് എഴുതിയേക്കുന്നത്. കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. H-E-I-R-N-E-S-S, H-E-I-R-N-E-S-S. യെസ്. അപ്പൊ ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ 2-3 പേർക്ക് സെൽഫ് ഇൻട്രൊഡക്ഷനുള്ള സമയം തരാം. അപ്പൊ ഗ്രൂപ്പ് അഡ്മിനെ 5 പേരെ പറ്റിയ ആൾക്കാരെ, പറയാത്ത ആൾക്കാരെ പറഞ്ഞു വെച്ച് റെഡിയാക്കി വെച്ചോളൂ. യെസ്, അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാല. വിത്ത് പെർമിഷൻ സൈൻ ഔട്ട് ഉണ്ട. ഇന്ന് പ്രാർത്ഥന ഒന്നും ഉണ്ടായില്ല. Sir. Sorry. I would like to thank our job, sir, for this lovely class. And I like to add 2 points here. It's regarding, just a second. Today is National Doctors Day. So I like to thank doctors who saves our life, giving medicine and taking care of our health. And thank you very much for all the lovely ladies here. And thank you. Yes. ഒരു ഡോക്ടർ ടേൺഡ് നോവലിസ്റ്റ് ഉണ്ട്, പറയാമോ ആരാണെന്ന്? ഇപ്പൊ ഞാൻ പ്രസുഖത്ത് പറഞ്ഞതുകൊണ്ടാണ്. ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ്, ഡോക്ടർ ടേൺഡ് നോവലിസ്റ്റ്. ഇയാളുടെ പ്രത്യേകത, അയാൾ ഇംഗ്ലീഷ് നോവലുകളിൽ എല്ലാത്തിനും തന്നെ ഒരു ഡോക്ടർ ഉണ്ടാവും. ആർക്കെങ്കിലും പറയാമോ? ഡോക്ടർ ടേൺഡ് നോവലിസ്റ്റ്. യെസ്, അദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ട്. ഡോക്ടർ ഇന്ത്യാന ജോൺസ്. ഇന്ത്യാന ജോൺസ്, ഡോക്ടർ ഇന്ത്യാന ജോൺസ് ഒരു സിനിമയൊക്കെ ഉണ്ട്. അതാണ് റിയൽ ഡോക്ടറാണോ? ഇംഗ്ലീഷ് ഒരു സാഹിത്യകാരനാണ്. ഡോക്ടർ A.J. Cronin, A.J. Cronin കേട്ടോ. അദ്ദേഹം ഒരു ഡോക്ടർ ട്രെയിൻഡ് നോവലിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചൊരു കഥയില്ല, അടുത്ത വർഷം ചോദിച്ചാൽ മതി. അങ്ങനെ പറയാം. ഇപ്പൊ പ്രസുഭ ടുഡേ ഈസ് എ ഡോക്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തോണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ഡോക്ടർ ട്രെയിൻഡ് ഡോക്ടർ ആയിരുന്നു, പിന്നീട് കൂടി നോവലിസ്റ്റ് ആയതാണ്. ഡോക്ടറിന്റെ പേര് ഒന്നുകൂടി പറയോ? ഡോക്ടർ A.J. Cronin, A.J. Cronin. അയാളുടെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് സിറ്റാഡ്. ഇംഗ്ലീഷ് നോവലാണ് സിറ്റാഡ്. ഓക്കെ, thank you sir, thanks a lot. Next class. Okay, bye. Thank you, sir. Thank you. Thank you, sir. 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 Thank you. Thank you, sir.